നിധി ഹോസ്റ്റലിലേക്ക് മാറിയതും ചങ്ക് പൊട്ടി കരയുന്നുണ്ട് സുധീഷ്. അവളുള്ള ഇഷ്ടം എത്രയെന്ന് എല്ലാവരും മനസ്സിലാക്കായിരുന്നു. സുധീഷിൻ്റെ ഒരു കയ്യബദ്ധം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാൽ നിധിക്കും അന്ന് രാത്രി ഉറക്കം വന്നില്ല. ഏതു സമയം കിളിക്കൂടിലെ ചിന്തകൾ മാത്രമാണ് അവളുടെ ഉള്ളിൽ. അങ്ങനെ രാവിലെ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ ഭാസ്കരൻ വന്നു നിൽക്കുന്നതും നിധി കാണുന്നുണ്ട്. മോളെ, സുധീഷല്ല അതിനൊക്കെ കാരണക്കാരൻ ഞാനാ അവനെ പറഞ്ഞ് തിരിച്ചതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ അച്ഛനാണോ ഒരു മകന് ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങളൊക്കെ വിശ്വാസം എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ താമസിച്ചത്. പക്ഷേ ഇനി എനിക്കിവിടെ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് നിധി തീർത്ത് പറയാണ്. അങ്ങനെ അവളോട് സോറി പറയാനും അവളെ മനസ്സ് മാറ്റി കിളിക്കൂട്ടിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാനും സുധീഷ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവളുടെ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ എന്നും വന്ന് നിന്ന് സോറിയൊക്കെ എന്ന് എഴുതിക്കൊണ്ടുള്ള ഒരു ബലൂണുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടൊക്കെ അവളെ മുമ്പിൽ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനാണ് ഒടുവിൽ നിധി തൻ്റെ കിളിക്കൂട്ടിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ട്. അതോടുകൂടി പഴയ സന്തോഷം ആ വീട്ടിൽ അലതല്ലാണ്. അങ്ങനെ ഓരോ നിമിഷം കഴിഞ്ഞു പോവാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷമുള്ള ഒരു സ്റ്റോറി ആട്ടോ. നിധിയുടെ നന്മയ്ക്ക് വേണ്ടി അവൾക്ക് വേണ്ടി സുധീഷ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവളുടെ ഉള്ളിലുണ്ട്. ഒരിക്കൽ ഒരു ലാപ്ടോപ്പ് മിസ്സായി പോവുകയാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു വർക്ക് ചെയ്ത ലാപ്ടോപ്പ് ആയിരിക്കും ഓഫീസിലേക്ക് വേണ്ടി പോകുന്ന വഴിക്ക് ഒരു ഓട്ടോയിൽ മറന്നു വെക്കാണ് നിധി ചെയ്യുന്നത്. അങ്ങനെ നിധിയെ സിദ്ധാർത്ഥനും ആ ഓഫീസ് സ്റ്റാഫുകളെല്ലാം അവളെ മറവി അവളുടെ അബദ്ധവും കൊണ്ട് തന്നെ വഴക്ക് കേൾക്കേണ്ടി വരികയാണ് അവൾക്ക്. അവൾ കാരണം വലിയൊരു പ്രൊജക്റ്റ് നഷ്ടപ്പെടുമെന്നൊക്കെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. എന്നാൽ തക്ക സമയത്ത് ആ ലാപ്ടോപ്പ് എവിടെയാണെന്ന് കണ്ടെത്തി സുധീഷ് നിധിയെ ഏൽപ്പിക്കുന്നതോടുകൂടെ അവൾക്ക് ഓഫീസിൽ ഒരു സ്റ്റാർ ആവാൻ പറ്റുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിലോ നിധിയോട് പ്രണയം, അത് അവളോട് തുറന്ന് പറയാനായിട്ട് അവൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഓഫീസിലുള്ളവർക്കൊക്കെ മനസ്സിലാവാണ് സിദ്ധാർത്ഥന് നിധിയോട് എന്തോ ഒരു ഇഷ്ടം കൂടുതലുണ്ടെന്ന്. അങ്ങനെ അന്ന് രാത്രി ഡിന്നറെല്ലാം ഒരുക്കുന്നുണ്ട്. സിദ്ധാർത്ഥിൻ്റെ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ നിധിക്ക് ഒരു പന്തിക്കേട് തോന്നാട്ടോ. അങ്ങനെ സുധീഷാണ് അവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടുന്ന് സുധീഷിൻ്റെ മുമ്പിൽ തന്നെ സിദ്ധാർത്ഥിൻ്റെ കെയറിയും കാണുമ്പോൾ സുധീഷിന് അയാളെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓഫീസിൽ നിന്ന് സിദ്ധാർത്ഥിൻ്റെ ശല്യം ഇങ്ങനെ കൂടി വരാണ്. നിധിയോട് തൻ്റെ ഇഷ്ടം പറയുമ്പോൾ നിധിക്ക് താൻ ഒരിക്കൽ വിവാഹം കഴിച്ചതാണെന്നും തൻ്റെ ഭർത്താവാണ് സുധീഷ് എന്ന കാര്യം തുറന്ന് പറയേണ്ടി വരികയാണ്. അതോടുകൂടി സിദ്ധാർത്ഥിൻ്റെ ആ ഒരു അസുഖം മാറാൻ കേട്ടോ. അങ്ങനെ ഒരിക്കൽ വീണ്ടും സുധീഷാണെങ്കിലോ തൻ്റെ പ്രണയം എത്ര കാലം വേണമെങ്കിലും നിധിക്ക് വേണ്ടി നിധിയുടെ മനസ്സ് അവൻ്റെ സ്നേഹിച്ചു തുടങ്ങുന്ന ആ കാലം വരെ സ്നേഹിക്കാം, കാത്തിരിക്കാം എന്നൊരു ഉറപ്പിൽ അവളോട് പുറകെ തന്നെ അവൾ ആ വീട്ടിലുള്ളത് തന്നെ അവൾക്ക് ഏറ്റവും വലിയ സമാധാനം. അങ്ങനെ സ്കൂട്ടിയെല്ലാം ഓടിച്ച് അവൾ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഓഫീസിലേക്കെല്ലാം എല്ലാം പോകുന്നത്. ആ ഒരു സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് നിധിക്ക്. നിധി ആക്സിഡൻറ്റ് സംഭവിക്കുകയും അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും സുധീഷാണ്. അന്നേരത്ത് അവൻ്റെ ആ കെയറിങ് എല്ലാം കാണുമ്പോൾ നിധിക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെ ഇത്രമാത്രം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സുധീഷെന്ന്. അവൻ ഒരു പോളെ കണ്ണടക്കാതെ അവളെ പരിപാലിക്കുന്നെല്ലാം അവിടുത്തെ ഡോക്ടർമാർ നിധി കണ്ണ് തുറക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് എത്രമാത്രം ടെൻഷനായെന്നറിയാമോ? അതേപോലെ ഒരു ഭർത്താവിനെ കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യം ചെയ്യണം. ഒരു ഭാര്യയ്ക്ക് അസുഖം വന്നാൽ അയാൾ ഇങ്ങനെ ഞങ്ങളെല്ലാം ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടും അയാൾ ഉറക്കം വെച്ച് ഇയാളെ തന്നെ നോക്കിയിരിക്കായിരുന്നു. എപ്പോഴാ കണ്ണ് തുറക്കുക, എപ്പോഴാ വെള്ളത്തിന് ദാഹിക്കാം എന്നെല്ലാം ആലോചിച്ച് അങ്ങനെയായിരുന്നു. നിധിക്കും അത് മനസ്സിലായി തുടങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിലോ എഴുന്നേൽക്കാൻ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴെല്ലാം സുധീഷ് ഓടി വരാണ്. കൈ 2 മുറിവ് കാരണം അവൾക്ക് ഭക്ഷണമൊന്നും സ്വയം കഴിക്കാൻ പറ്റുന്നില്ല. ആ സമയത്തെല്ലാം സുധീഷാണ് അവൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കുകയും അവളുടെ മുടി കെട്ടിക്കൊടുക്കുകയും അവളൊരു കുഞ്ഞിനെ പോലെ പരിപാലിക്കുകയും എല്ലാം ചെയ്യുന്നത്. അതോടുകൂടെ നിധിക്ക് തനിക്കൊരിക്കലും സുധീഷിനെ വിട്ടു പോവാൻ ആവില്ലെന്ന സത്യവും അവളും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അസുഖമെല്ലാം ഭേദമായി വീണ്ടും നിധി ഓഫീസിലേക്കൊക്കെ പോകാൻ തുടങ്ങുന്ന സമയത്ത് സുധീഷ് ആട്ടോ അവളോട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവേണ്ട, പല അപകടങ്ങളും വരും. അങ്ങനെ സുധീഷിൻ്റെ കൂടെയാണ് പിന്നെ എല്ലാ ദിവസവും അവൾ ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടി കാറിന് കാണിക്കട്ടോ. അവളും കൂടെ ആ കാറിൽ കയറ്റാമെന്ന് നിധി പറയുന്നുണ്ട്. അങ്ങനെ ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ എവിടെ പോയാലും അവൾ കാറിന് കൈ കാണിച്ച് നിർത്തും. എന്നിട്ട് അവൾ എൻ്റെ കാറിൽ കയറും. ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം അവൾ കയറട്ടെ എന്ന് പറയണം. അങ്ങനെ ആ പെൺകുട്ടി ആ കാറിൻ്റെ ബാക്ക് സൈഡിൽ കയറിയിരിക്കാട്ടോ. ആ പെൺകുട്ടിക്കാണെങ്കിലോ സുധീഷ് എന്ന് വെച്ചാൽ ജീവനായിരിക്കും. സുധീഷിനോട് അവൾക്ക് പ്രണയമാണ്. എന്നാൽ സുധീഷിനാണെങ്കിലോ തൻ്റെ ലോകത്ത് നിധി മാത്രമായിരുന്നു. ഇടയ്ക്കെല്ലാം അവൻ പല സ്ത്രീകളെയും ഇങ്ങനെ വളക്കാനൊക്കെ നോക്കിയെങ്കിലും നിധി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ ഒരു തരികിട പരിപാടിയൊന്നും സുധീഷിൻ്റെ കയ്യിലില്ലാട്ടോ.
അങ്ങനെ ഈ പെൺകുട്ടിയുടെ സ്കൂളിൻ്റെ ആ ഒരു ഗേറ്റിലെത്തിയിട്ടും അവൾ ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. കുട്ടി നിനക്ക് കോളേജിൽ പോകണ്ടേ, നിൻ്റെ കോളേജ് എത്തിയല്ലോ, ഇറങ്ങിക്കോളെന്ന് നിധി പറയുമ്പോൾ അയ്യോ എനിക്ക് ഈ കോളേജിലേക്ക് അല്ല പോവേണ്ടത്, മറ്റൊരിടത്തേക്കാണെന്ന് പറയണേ, ഇതിവളുടെ സ്ഥിരം നാടക, മര്യാദക്ക് ഇറങ്ങിക്കോ അല്ലെങ്കിൽ നിന്നെ ഞാൻ വെച്ചിക്കില്ലെന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യം പിടിക്കുമ്പോൾ അവൾ ഡോറ തുറന്ന് ഇറങ്ങാട്ടോ. എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, അവൾക്ക് വട്ടളന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് അവളെ ഓഫീസിലൊക്കെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവൾ തിരികെ പോകുന്ന സമയത്ത് എന്നും സുധീഷ് അവളോട് ബൈ പറഞ്ഞ് കുറച്ച് സമയം അവിടെ തന്നെ നോക്കി നിൽക്കുന്ന സുധീഷ് കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ നിധിയെ വല്ലാതെ മെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അവൾക്കും തനിക്കുള്ള പോലെ ഫീലിങ്സ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സുധീഷിൻ്റെ ഒരു അടവായിരിക്കും. അങ്ങനെ സുധീഷ് തിരികെ പോകുമ്പോഴും ആ പെൺകുട്ടി വീണ്ടും ആ ഒരു കാറിന് കൈ കാണിക്കാണ്. അവനോട് അവളിങ്ങനെ ചോദിക്കട ഐ ലവ് യു ഒക്കെ പറയുന്നു. ഡി നിൻ്റെ തലമണ്ടയ്ക്ക് കിട്ടും, നീ ഞാൻ ആരാണെന്ന് കരുതിയിട്ടാ നീ എൻ്റെ പുറകെ നടക്കുന്നത്. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, നീ എൻ്റെ പുറകെ നടക്കേണ്ട. അയ്യോ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും, നിങ്ങളുടെ കാറിലുണ്ടായിരുന്ന ചേച്ചി ആരാ, നിങ്ങളുടെ ചേട്ടൻ്റെ വൈഫായിരിക്കും അല്ലേ? ഓ ആയിക്കോട്ടെ, പക്ഷെ ആ ചേച്ചിയുടെ അടുത്ത് വന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറയും. നീ മിണ്ടാതെ അവിടെ ഇരുന്നോ, എനിക്ക് നിന്നോട് യാതൊരു കുന്തമല്ല, നീ വീട്ടിലേക്കല്ല എവിടേക്ക് വന്നാലും എനിക്ക് യാതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് സുധീഷ് അങ്ങ് പോവാണ്. അങ്ങനെ ഈ സുധീഷിന് പെട്ടെന്നുള്ള മാറ്റം കാണുമ്പോൾ നിധിക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. തന്നെ വല്ലാതെ കെയർ ചെയ്യും, തൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്ന സുധീഷിന് ഇതെന്താ പറ്റിയത്, ഇപ്പോൾ പഴയ ആളേ അല്ല എന്നാൽ സുധീഷ് അതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. സുധീഷിൻ്റെ അടുത്ത് ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തായിരിക്കും നമ്മൾ ഒരാളെ പുറകെ നടക്കുമ്പോൾ ആൾക്ക് നമ്മളോട് വല്ലാതെ വിലയുണ്ടാവില്ല, എന്നാൽ അവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യാതിരിക്കുക. അന്നേരത്ത് അവർക്ക് മനസ്സിലാവും അവർക്ക് എത്രയും പ്രിയപ്പെട്ടവരായിരുന്നു, അവർക്ക് നമ്മളോട് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ അന്നേരത്ത് മനസ്സിലാക്കാൻ പറ്റും. ആ ചിന്ത കൊണ്ട് തന്നെ സുധീഷിന് തനിക്ക് ഒരിക്കലും കഴിയില്ല, എന്നാലും സുധീഷ് പിടിച്ച് നിൽക്കാട്ടോ. അങ്ങനെ ആ സമയത്താണ് ഈ പെൺകുട്ടി സുധീഷിനെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കിളിക്കൂട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നിധിയോട്ടോ കാണുന്നത്. നിധി കണ്ടതും അവളെ അന്ന് കാറിൽ കയറി കുട്ടിയല്ലേ, എന്താ ഇവിടെ? അതെ ഞാൻ ചേച്ചിയെ കാണാൻ വന്നത്. എന്നെ കാണാനോ? എന്തേ? അകത്തേക്ക് ഇരിക്കാം, ചേച്ചി എന്നെ ക്ഷണിച്ചില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത്, ഈ വീട്ടിലാണോ നിങ്ങൾ താമസം എന്ന് ചോദിക്കണം. അപ്പോൾ അതേലോ, മോളിരിക്ക്, എന്തൊക്കെയുണ്ട്, ഇന്ന് കോളേജിൽ പോയില്ലേ? ഇന്ന് ആഫ്റ്റർ ലീവ് എടുത്ത് ഞാൻ. അപ്പോൾ ചേച്ചി ഇന്ന് ഓഫീസിൽ പോയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നെന്തോ എനിക്ക് പോവാൻ തീരെ മൂഡ് തോന്നിയില്ല, ഞാനും പോയില്ലെന്ന് നിധിയും പറയാട്ടോ. ആ സമയത്ത് എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാണ്. ചേട്ടനെയോ? ആരെയാണ്? ഹരീഷിനെയാണോ നികേഷിനെയാണോ? ഇവരെ രണ്ടുപേരല്ല, അല്ല നിൻ്റെ പ്രായത്തിന് അവരാണല്ലോ മാച്ചാവുന്നത്. അതല്ല, എന്നാലും സുധീഷേട്ടനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഒരുപാട് നാളായിട്ട് ഞാൻ കാണുന്നതാണ്, പക്ഷേ ആൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് കേട്ടതും നിധിക്ക് അങ്ങ് പൊട്ടിച്ചിരിക്കാട്ടോ. നിധിയുടെ ചിരിക്കെടുത്തും അവർക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ ചേച്ചി ഇങ്ങനെ ചിരിക്കുന്നത്? ഒന്നുമില്ല, നിനക്ക് ആരിഷ്ടമെന്നാണ് പറഞ്ഞത് സുധീഷിന്? എടി സുധീഷ് എൻ്റെ ഭർത്താവാണെന്ന് നിധി അപ്പോൾ അവകാശത്തോടു കൂടെ പറയണം. അവളുടെ ഉള്ളിൽ ഒരു ചെറിയ കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് ആ പെൺകുട്ടി ആകെ പകച്ചു പോട്ടെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷത്തോളമായി, ഇപ്പോഴും അത് അറിയത്തില്ലേ? ആ ചേട്ടനത് പറഞ്ഞില്ല. ചേട്ടൻ പറയില്ല, പക്ഷെ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? ഇല്ല, എൻ്റെ തലക്ക് കിട്ടുമെന്നും മര്യാദക്ക് പോയിരുന്ന് പഠിച്ചോ, പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞ വഴക്ക് പറയാറാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ചിന്തകളൊക്കെ അങ്ങ് മാറ്റിയേക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്ന് മനസ്സിൽ കയറിക്കോളും. ഇപ്പം എങ്ങനെയുണ്ട്? എൻ്റെ ഭർത്താവിനെയാണ് നീ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നത്. സോറി ചേച്ചി, അങ്ങനെ ചേച്ചിയോട് സോറിയൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോവട്ടോ. നിധിയുടെ മനസ്സിൽ വല്ലാതൊരു ദേഷ്യവും ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഭർത്താവിനോട് ഇഷ്ടം പറയാൻ വന്നിരിക്കുന്നു. അങ്ങനെ സുധീഷ് വന്ന പാടെ തന്നെ ചോദിക്കുക, ഏതാ പെൺകുട്ടി? അന്ന് കാറിൽ കയറിയ പെൺകുട്ടി ഇവിടെ വന്നിരുന്നു, നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ്. നിങ്ങളും അവളും തമ്മിൽ പ്രണയത്തിലാണല്ലേ, എൻ്റെ മുന്നിൽ നാടകം കളിക്കാണല്ലേ എന്നൊക്കെ നമ്പർ ഇടുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയും, അതിന് നിനക്കെന്താ? നീ എന്നെ ഒരു ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാൻ ആരെ പുറകെ പോയാൽ തനിക്കെന്താ? അവളെ കാണാൻ നല്ലതല്ലേ, അവൾ നല്ല ഭംഗിയുണ്ട്, നല്ല നിന്നേക്കാളും ചെറുപ്പം, അതല്ലേ നല്ലത് എന്ന് സുധീഷ് ഇപ്പോൾ ചോദിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന നോട്ട് ബുക്ക് എടുത്തിട്ട് അവരെ തലമണ്ടക്കൊന്ന് കൊടുക്കുന്നുണ്ട്. മേലാൽ ഇമ്മാതിരി വെളച്ചിലെടുത്തുകൊണ്ട് എങ്ങോട്ട് വന്നാലുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നിധിക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ അത് പറഞ്ഞൂടെ, എന്തിനാ എന്നെ തല്ലുന്നത്? നിങ്ങൾ ആരെ പ്രേമിച്ചാൽ എന്താ, ആരെ കൂടെ പോയാലെന്താ, എനിക്കെന്താ, എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ പിണങ്ങിയിട്ട് അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ നിനക്ക് ഒന്നുമില്ലല്ലോ, ഞാൻ അവളെ വിളിച്ചിട്ട് പറയട്ടെ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയട്ടെ എന്ന് ചോദിക്കാണ്. നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ചാടി എണീറ്റ് വരുന്നുണ്ട് നിധി. അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമുണ്ടെന്ന് പറയാൻ, എനിക്ക് നിങ്ങളെ ഇഷ്ടമൊന്നുമില്ല, അന്നത്തെ വിവാഹം ഒരു വിവാഹമേ അല്ല.
വിവാഹം കഴിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിധി നല്ല ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്നാൽ നിധിയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. നിധിയെ നോക്കിയിട്ട് അന്നേരത്ത് സുധീഷ് പറയും, അല്ല എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. നിധിക്ക് കള്ളം പറയാൻ അറിയില്ല അല്ലേ, എനിക്കത് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ആ സമയം സുധീഷ് അവളുടെ അടുത്ത് നിന്ന് പോകുന്ന സമയത്ത് അവളാണെങ്കിലോ അവൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് സുധീഷിൻ്റെ കണ്ണിലേക്ക് നോക്കി പറയാണ്, സുധീഷിനെ ആദ്യമൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. അത് എന്തെന്ന് ചോദിച്ചാൽ പ്രണയം, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴും സുധീഷ് എന്നെ അവോയ്ഡ് ചെയ്തപ്പോഴും എനിക്കത് മനസ്സിലായി. ഞാൻ പോലും അറിയാതെ സുധീഷിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. എല്ലാവരെയും എൻ്റെ ചേട്ടനെയും എൻ്റെ അനിയന്മാരായി കണ്ടപ്പോഴും സുധീഷിനെ ഞാൻ അങ്ങനെ കണ്ടിരുന്നില്ല. എൻ്റെ ആരൊക്കെയാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ സത്യമായിട്ടും ഞാൻ സുധീഷിനെ സ്നേഹിക്കുന്നു. റിയലി ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനെ കെട്ടിപ്പിടിക്കുമ്പോൾ സുധീഷ് താൻ കാണുന്നത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ അവൻ ആകെപ്പാടെ നെഞ്ചിടിപ്പോടെ നിൽക്കട്ടോ. എന്നിട്ട് നിധിയെ തള്ളിമാരി ഇത് സ്വപ്നമാണെന്ന് ചോദിച്ച് സ്വയം നുള്ളി നോക്കുന്നുണ്ട്. എടാ മണ്ടൂസേ, ഇത് സ്വപ്നമൊന്നല്ല, ഈ നിധിയാ പറയുന്നതെന്ന് പറഞ്ഞ് വീണ്ടും അവനെ വാരിപ്പുണരാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം മറന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് നികേഷ് അങ്ങോട്ട് വരുന്നത്. അവൻ്റെ കണ്ണ് പൊത്തി മാറ്റി പിടിക്കാനും സുഭാഷ് ചേട്ടൻ, എടാ ഒന്ന് പോടാ, അവരൊന്ന് പ്രണയിച്ചോളൂ, ഇതെപ്പം സംഭവിച്ചു, ഇത് സ്വപ്നമാണോ സുഭേഷ് ചേട്ടാ, സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ്, ഇപ്പോൾ അവർ ഒരുമിച്ചു, ഇനിയിപ്പോൾ സന്തോഷമായില്ലേ. അങ്ങനെ സുധീഷും നിധിയും ഒരുമിക്കാണ് കേട്ടോ. പക്ഷേ അവർക്കിടയിൽ വീണ്ടും ഓരോ പ്രശ്നങ്ങളായിട്ട് നിധിയുടെ അച്ഛനും ആങ്ങളെയും ഒക്കെ വരുന്ന ഒരു എപ്പിസോഡും കൂടിയാട്ടോ പിന്നീട് അങ്ങോട്ടുള്ളത്.